അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോൾ നമ്മളെ ഇവിടെ ഒരു പൂച്ചയുണ്ട്. ആ പൂച്ച പണ്ട് ഭയങ്കര ആരോഗ്യവാനായിരുന്നു. ഭയങ്കര ഉഷാറായിരുന്നു. എല്ലാത്തിനും നേരിടും. എല്ലാ പൂച്ചയും അടിച്ചു ഓടിക്കും. നായിനെ വരെ പേടിക്കില്ല. 2, 3 നായി വന്നവരെ ഇത് പേടിക്കില്ല. ഭയങ്കരമായിട്ട് പിടിച്ച് നിൽക്കും. അതിൻ്റെ മുമ്പിൽ പേടിപ്പിച്ച് അതിനൊക്കെ ഓടിക്കും. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ അതിന് വയസ്സായി, വാർദ്ധക്യം വന്നു. അപ്പോൾ മറ്റേ പൂച്ചയും ഒക്കെ അതിനെ ഓടിക്കാൻ കഴിഞ്ഞു. ചെറിയ പൂച്ചയൊക്കെ വന്നിട്ട് അതിനടിക്കും. അപ്പോൾ ഈ പ്രകൃതിയിലെ ഒരു നിയമം പോലെയാണ് ഇത് നമ്മൾ കാണുന്നത്. പലപ്പോഴും പല ഫൈറ്റുകൾ നമ്മൾ കാണാറുണ്ട്. പലരുടെയും സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്. അവിടെയൊക്കെ പല മനുഷ്യരും ഇന്നലെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് അവൻ അനുഭവിക്കുന്നതായിട്ട് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പലപ്പോഴും പല മാതാക്കൾ, പല പിതാക്കൾ, പല അമ്മായിയമ്മ, മരുമകൾ, പോര്, അപ്പോൾ ഇവരൊക്കെ സംഭവിക്കുന്നത് അവർ മുമ്പ് അവർ ചെയ്യുന്നു, ഇവർ ചെയ്യുന്നു, അങ്ങനെയായിട്ട് ഒരു റൊട്ടീറ്റായിട്ട് സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്താണോ ഈ യൂണിവേഴ്സിൽ നമ്മൾ നൽകുന്നത്, അത് നമുക്ക് തിരിച്ചു വരുന്നതായിട്ട് നമ്മൾ കാണുന്നു പലപ്പോഴും. അപ്പോൾ നമ്മളൊരാളെ ഉപദ്രവിക്കുകയാണെങ്കിൽ നമുക്ക് ഉപദ്രവം ഇങ്ങോട്ട് കിട്ടും. നമ്മളതുപോലെ സ്നേഹത്തിലും കരുണയിലും അനുകമ്പയിലും മറ്റുള്ളവർ പെരുമാറുകയാണെങ്കിൽ അതിങ്ങോട്ട് അതേപോലെ കിട്ടും. ഇപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രായമായവരെ ബഹുമാനിക്കുക, അവർക്ക് സീറ്റ് കൊടുക്കുക, കുട്ടികളെ ആദരിക്കുക, ബഹുമാനിക്കുക. പിന്നെ അതേപോലെ സ്ത്രീകളെ ബഹുമാനിക്കുക, ഗർഭിണികൾക്ക് സീറ്റൊക്കെ നൽകുക. അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭാവിയിൽ നമുക്ക് വാർദ്ധക്യം വരാനുള്ളൂ. അപ്പോൾ നമുക്കതുപോലെ നമ്മൾ ആരോഗ്യം എപ്പോഴും ഇതേ ലെവലിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാകും, ആരോഗ്യം ക്ഷയിച്ചു പോകും. അപ്പോൾ നമുക്ക് തിരിച്ചു കൊണ്ട് കിട്ടും. അതേപോലെ മറ്റൊരു വിഷയം കരുണ കാണിക്കുക. പച്ചക്കറിയുള്ള ഏതൊരു ജീവിയോടും നമ്മൾ കരുണ കാണിക്കുക. ഇപ്പോൾ മനുഷ്യന് നൽകുന്ന അതേ തുല്യമായ ഇത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മൃഗങ്ങൾക്ക് നൽകുമ്പോൾ ഭക്ഷണം കൊടുക്കുക, അതിനെ സ്നേഹിക്കുക. അതുപോലെ നമുക്കിപ്പോൾ മെൻ്റലി ഭയങ്കര ടെൻഷനിലെ ആളുകളൊക്കെ ജീവികളോടൊക്കെ ഇടപഴകുമ്പോൾ അവരുടെ ടെൻഷൻ അറിയാതെ പോകുന്നതായിട്ട് കുട്ടികളോട് ഇടപെടുന്നത് പോലെ കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും, മൃഗങ്ങളോടൊക്കെ ഇടപെടുമ്പോൾ. അതുപോലെ മറ്റൊരു കാര്യം, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവർ ഉപരിയുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. അതേപോലെ നാളെ പരലോകത്ത് വെച്ച് നടക്കാമെന്നൊരു സംഭവം പ്രവാചകൻ ഖുദ്സി ഹദീസിലൂടെ പറയുന്നു. പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, എനിക്ക് വിശന്നു, അപ്പോൾ എനിക്ക് ആഹാരം നൽകിയില്ലെന്ന് മനുഷ്യരോട് പറയും, ചില ആളുകളോട്. അപ്പോൾ അവൻ ചോദിക്കും, അത്ഭുതത്തോടെ മനുഷ്യൻ ചോദിക്കും, ദൈവമേ നിനക്ക് വിശപ്പോ, നിനക്ക് ക്ഷീണം, നിനക്ക് വിശപ്പോ? അപ്പോൾ അതെ, ഇന്ന വ്യക്തി നിൻ്റെ അയൽപക്കത്ത്, നിൻ്റെ നാട്ടിൽ, നിൻ്റെ കുടുംബത്തിൽ നാൾ വിശന്നിരുന്നു, നീ അവന് ഭക്ഷണം നൽകിയില്ല. അതുപോലെ വെള്ളം നൽകിയില്ല. മറ്റൊരു സംഭവം, വെള്ളം നൽകാതെ വെള്ളം നൽകിയിരുന്നു, നീ അവിടെ എന്നെ കണ്ടെത്താമായിരുന്നു എന്നാണ്. അതേപോലെ ഇപ്പോൾ നമ്മൾ പ്രവാസ ലോകത്തൊക്കെ വലിയ വിഷമത്തിനും പ്രയാസങ്ങളും കടന്നു പോകുന്നപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുക. നല്ല നല്ല സമയങ്ങളിൽ, ഏറ്റവും നല്ല സമയം, അതായത് പറഞ്ഞ നമസ്കാരത്തിന് ശേഷം സുബഹിക്കുള്ള സമയം, പ്രഭാതത്തിൻ്റെ സമയം, പ്രദോഷത്തിൻ്റെ സമയം, മഗ്‌രിബിന് ഇശാനിടയിലുള്ള സമയം, ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നിരന്തരമായി നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകുക. അതുപോലെ നമ്മൾ നല്ല ഭയഭക്തിയോട് കൂടി നിൽക്കുന്ന സമയം, ഇപ്പോൾ ചില പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈമാൻ ഭയങ്കരമായി വർദ്ധിക്കാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുക.